പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 29ാമത്തെ ശ്ലോകമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദാദാബായി ഗോപബന്ധു തിലകോ ഗാന്ധിരാദ്രതാഃ രമണോ മാളവീയശ്ച ശ്രീ സുബ്രഹ്മണ്യ ഭാരതി. ഇതിൽ ഇന്നു മുതൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മഹാത്മാഗാന്ധി, ദാദാബായി ഗോപബന്ധു തിലകോ ഗാന്ധിരാദ്രത. ഭാരതത്തിനെന്നല്ല, ലോകത്തിനു തന്നെ മഹാത്മാഗാന്ധി എന്ന പേര് സുപരിചിതമാണ്. സത്യം, അഹിംസ എന്നീ സനാതന മൂല്യങ്ങളിൽ അടിയുറച്ച ജീവിതത്തിലൂടെ ഒരു സഫല രാഷ്ട്രീയ ജീവിതം നയിക്കാമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം രാഷ്ട്രത്തിനും ലോകത്തിനും കാട്ടിക്കൊടുത്തു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദർശവാക്യം. 1869 ഒക്ടോബർ 2 കരംചന്ദ് ഗാന്ധി, പുതലിഭായ് ദമ്പതികളുടെ 4ാമത്തെ പുത്രനായി മോഹൻദാസ് ജനിച്ചു. കരംചന്ദ് ഗാന്ധി, പുതലിഭായ് ദമ്പതികളുടെ ഉറച്ച വൈഷ്ണവ ഭക്തരായിരുന്നു ഈ കുടുംബം. ആയതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ മോഹൻദാസ് അഹിംസ, ബ്രഹ്മചര്യം, നാമജപം, സത്യം, സേവാഭാവം, ഗോസേവ, ലളിത ജീവിതം, ഈശ്വരഭക്തി, കർമ്മഫല സിദ്ധാന്തം എന്നിവ പഠിച്ച് സ്വായത്തമാക്കിയിരുന്നു. തൻ്റെ ജീവിതം തന്നെ ഇത്തരം സിദ്ധാന്തങ്ങളിൽ അടിയുറപ്പിച്ച് കെട്ടിപ്പടുക്കുവാൻ അദ്ദേഹത്തിനായി. ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് കട്ടെഴുതാൻ അധ്യാപകൻ ആംഗ്യം കാട്ടിയപ്പോൾ ബാലനായ മോഹൻദാസ് അങ്ങനെ ചെയ്യാൻ തയ്യാറായില്ല. അച്ഛൻ ആദ്യം ഗുജറാത്തിലെ പോർബന്ദർ നാടുവാഴിയുടെ ദിവാനായിരുന്നു. പിന്നീട് പോർബന്ദറിൽ നിന്നും രാജ്കോട്ടിലേക്ക് മാറി. മോഹൻദാസ് ജനിച്ചത് പോർബന്ദറിലായിരുന്നെങ്കിലും പഠനം രാജ്കോട്ടിലായിരുന്നു. വിദ്യാലയത്തിൽ വെച്ച് കൂട്ടുകാരെ അനുകരിച്ച് നുണ പറച്ചൽ, ബീഡിവലി, മദ്യപാനം, മാംസാഹാരം എന്നിവ ശീലിച്ചു. ഇതിനായി ചെറിയ മോഷണങ്ങളും തുടങ്ങി. എന്നാൽ താൻ ചെറുപ്പം മുതൽ കണ്ടുവന്നിരുന്ന പിതൃഭക്തനായിരുന്ന ശ്രവണകുമാറിൻ്റെയും രാജാ ഹരിശ്ചന്ദ്രനെയും കുറിച്ചുള്ള നാടകങ്ങൾ മനസ്സിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തി. ആ മൂല്യങ്ങളുടെ സ്വാധീനം മൂലം മനസ്സ് പശ്ചാത്താപം കൊണ്ട് നിറഞ്ഞു. താനിനി ഒരു വിധത്തിലുമുള്ള തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് അച്ഛനോട് ശപഥം ചെയ്തു. 1885 അച്ഛൻ കരംചന്ദ് ഗാന്ധി അന്തരിച്ചു. 13ാം വയസ്സിലാണ് തന്നേക്കാൾ 6 മാസം പ്രായക്കൂടുതലുണ്ടായിരുന്ന കസ്തൂർബയുമായിട്ട് വിവാഹം നടന്നത്. ഈ വിവാഹബന്ധം 60 വർഷം നീണ്ടുനിന്നു. 1888 സെപ്റ്റംബർ 4 മോഹൻദാസ് നിയമബിരുദം നേടാനായി ഇംഗ്ലണ്ടിലേക്ക് യാത്രയായി. മദ്യവും മാംസവും തൊടില്ലെന്ന് അമ്മയോട് പ്രതിജ്ഞ ചെയ്തിട്ടാണ് യാത്ര പുറപ്പെട്ടത്. എന്നാൽ താൻ ആ വാക്ക് പാലിച്ചില്ലെന്ന് തിരിച്ചെത്തി അമ്മയോട് പറയാൻ മോഹൻദാസിന് സാധിച്ചില്ല. ഇംഗ്ലണ്ടിലെ ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അമ്മ മരിച്ച വിവരം ജ്യേഷ്ഠൻ അറിയിച്ചിരുന്നില്ല. ചെറിയ കർമ്മങ്ങൾക്കായി കിട്ടിയ ജന്മമല്ലാതിരുന്നതിനാവാം ഗാന്ധിജിയുടെ വക്കാലത്ത് വേരുപിടിച്ചില്ല. അവസാനം ബോംബെയിൽ നിന്നും രാജ്കോട്ടിലേക്ക് മാറി. ചെറിയ ജോലികൾക്കുള്ള ശ്രമം നടത്തി. ഒന്നും ശരിയായില്ല. ഒടുവിലൊരു മുസ്ലിം വ്യാപാരി തൻ്റെ വ്യാപാര സംബന്ധമായ വ്യവഹാരത്തിന് ഗാന്ധിജിയെ 1893 ദക്ഷിണാഫ്രിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദക്ഷിണാഫ്രിക്കയിൽ 1865 മുതലേ ഭാരതീയർ തോട്ടപ്പണിക്കാരായി കുടിയേറി പാർത്തിരുന്നു. എന്നാൽ അവരെ കറുത്ത വർഗക്കാരെ പോലെ തന്നെ അടിമകളായിട്ടാണ് ബ്രിട്ടീഷുകാർ കണ്ടിരുന്നത്. ആദ്യമൊക്കെ ഭാരതീയർ ഇത് സഹിച്ചു വന്നു. എന്നാൽ അവരുടെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെത്തിയ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഗാന്ധിജി തൻ്റെ കക്ഷിയുടെ വ്യവഹാരം ഒത്തുതീർപ്പാക്കി. തിരിച്ച് ഭാരതത്തിലേക്ക് പുറപ്പെടാൻ ചിന്തിച്ചുവെങ്കിലും ആ നാട്ടുകാർ ഗാന്ധിജിയെ തങ്ങളുടെ നേതാവായി കാണുവാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തെ ട്രെയിനിൻ്റെ 1ാം ക്ലാസ്സിൽ യാത്ര ചെയ്ത കുറ്റത്തിന് ബ്രിട്ടീഷുകാർ പുറത്തേക്ക് എറിഞ്ഞു. അതുപോലെ തന്നെ ഒരു കുതിരവണ്ടിയുടെ ഉള്ളിലിരുന്ന് യാത്ര ചെയ്ത കുറ്റത്തിന് അദ്ദേഹത്തിന് ചാട്ടവാറടി ഏൽക്കേണ്ടി വന്നു. ഈ ദുരന്ത അനുഭവങ്ങൾ അടിച്ചമർത്തലുകൾക്ക് വേണ്ടി പൊരുതുവാൻ, ദക്ഷിണാഫ്രിക്കയിൽ തന്നെ തുടരുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു.
ലിയോ ടോൾസ്റ്റോയിയുടെ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തി. എല്ലാവരും തുല്യരായ, ആരും അധികം തുല്യരല്ലാത്ത ലോകമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജനൈതിക ആദർശം. അതുപോലെ തന്നെ അമേരിക്കൻ ചിന്തകൻ ഹെൻറി ഡേവിഡ് ദൊറാവുവിൻ്റെ ഗ്രന്ഥവും അദ്ദേഹത്തെ ആശയപരമായിട്ട് ഒരുപാട് ഉയർത്തി. നിരായുധ സമരമായ സത്യാഗ്രഹം ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് അദ്ദേഹം രൂപപ്പെടുത്തിയത് ഈ ആശയത്തെ പിന്തുടർന്നാണ്. ഫിനിക്സ് ഫാം, ടോൾസ്റ്റോയ് ഫാം എന്നീ സ്ഥാപനങ്ങൾ ആദർശ ജീവിതത്തിന് പിന്തുണ നൽകുന്ന പരീക്ഷണങ്ങൾ എന്ന നിലയ്ക്ക് അദ്ദേഹം സ്ഥാപിച്ചു. ഇംഗ്ലണ്ടിൽ ചെന്നതു മുതൽ ഇംഗ്ലീഷ് വേഷം അദ്ദേഹം ധരിക്കാൻ തുടങ്ങിയിരുന്നു. ദക്ഷിണാഫ്രിക്കയിലും അത് തുടർന്നു. എഡ്വിൻ അർണോൾഡുവിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിലൂടെയാണ് ശ്രീമദ് ഭഗവത്ഗീത പഠിക്കുവാൻ ഗാന്ധിജിക്ക് സാധിച്ചത്. ഇംഗ്ലണ്ടിൽ വെച്ച് ഈ ഗ്രന്ഥം പരിചയപ്പെട്ട ശേഷം നിഷ്കാമ കർമ്മയോഗവും ഭഗവത് ഭക്തിയും എന്ന ഗീതാ തത്വങ്ങൾ അദ്ദേഹം ജീവിതവ്രതമാക്കാൻ ശ്രമിച്ചു. ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ താൻ സ്വയം തന്നെയാവണമെന്നതും അദ്ദേഹം ഭഗവത്ഗീതയിൽ നിന്നാണ് പഠിച്ചത്. തൻ്റെ ഗുരുവായിരുന്ന മാതാവിൻ്റെ ദുസ്സഹ വിരഹം അദ്ദേഹം തീർത്തത് ഭഗവത്ഗീതയെ മാതാവായി കണ്ടുകൊണ്ടായിരുന്നു. ആഫ്രിക്കയിലെ ഭാരതീയരെ സംഘടിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമം നാഷണൽ കോൺഗ്രസിലൂടെ ഗാന്ധിജി ആരംഭിച്ചു. ഭാരതീയർക്ക് സ്വത്തവകാശമോ യാത്രാ അവകാശമോ ഉണ്ടായിരുന്നില്ല. NNCയുടെ ഒരു പ്രസിദ്ധീകരണവും ഗാന്ധിജി തുടങ്ങി. പതുക്കെ പതുക്കെ നിരവധി ചെറുത്തുനിൽപ്പുകൾ ഭാരതീയ വംശജർ ആരംഭിച്ചു തുടങ്ങി. ഈ കാലഘട്ടത്തിലാണ് ഏഷ്യാറ്റിക് ആക്ട് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരുടെ ഭരണകൂടം നടപ്പാക്കിയത്. മറ്റു നിയന്ത്രണങ്ങളോടൊപ്പം ക്രിസ്ത്യൻ വിവാഹ പദ്ധതി മാത്രമായിരുന്നു നിയമാനുസൃതമായി കണക്കാക്കുക എന്ന നിബന്ധനയും ഉണ്ടായിരുന്നു. ഇനി മുതൽ ഹിന്ദു മുസ്ലിം പത്നിമാരെ വേശ്യകളായിട്ടാണ് ഈ നിയമം കണക്കാക്കുക എന്ന ഗാന്ധിജിയുടെ വ്യാഖ്യാനം കുറിക്കൊണ്ടു. യാത്രാ നിയന്ത്രണവും ലംഘിക്കണമെന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഭരണകൂട ഹിംസയ്ക്കെതിരെ നിസ്സഹരണ സഹന സമരമെന്ന സത്യാഗ്രഹത്തിൻ്റെ ആദ്യ പരീക്ഷണം സത്യാഗ്രഹികളുടെ ശാന്തിസേന ഉണ്ടാക്കി. ആയിരങ്ങൾ ശാന്തിസേനയിൽ അണിചേർന്നു. അവസാനം ഭരണകൂടം ഒത്തുതീർപ്പിന് തയ്യാറായി. ഹിന്ദു വിവാഹരീതി നിയമാനുസൃതമാക്കുകയും ഭാരതീയർക്കും പൗരത്വവും നിരവധി അവകാശങ്ങളും നൽകുവാൻ തയ്യാറാവുകയും ചെയ്തു. ഗാന്ധിജിയും സത്യാഗ്രഹവും പ്രശസ്തി നേടി. 22 വർഷം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം ഒരിക്കൽ ഭാരതത്തിലെത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നേതാക്കളെ പരിചയപ്പെടുകയും ദക്ഷിണാഫ്രിക്കയിലെ സമരങ്ങളെപ്പറ്റി കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിക്കുകയും ചെയ്തു. തുടർന്ന് 1915 അദ്ദേഹം ഭാരതത്തിലേക്ക് സ്ഥിരമായി മടങ്ങി. ആദ്യം അദ്ദേഹം തൻ്റെ രാജനൈതിക ഗുരുവായി കണ്ടത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോഖലെ അദ്ദേഹത്തിനോട് ഭാരതം ചുറ്റിക്കാണാൻ ഉപദേശിച്ചു. ട്രെയിനിലെ 3-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനും ഗ്രാമീണ ഭാരതത്തെ കണ്ടുപിടിക്കുവാനും ഗോഖലെ നിർദ്ദേശിച്ചു. ഈ ഭാരത ഭ്രമണത്തിനിടക്കാണ് ഗ്രാമീണ കർഷകരുടെ വേഷം അദ്ദേഹം സ്വീകരിച്ചത്. അതോടെ അദ്ദേഹം മഹാത്മാഗാന്ധിയായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. ടാഗോറാണ് ഈ പേര് പ്രസിദ്ധമാക്കിയത്. രണ്ടുപേരും 1915 ശാന്തിനികേതനിൽ വെച്ചാണ് കണ്ടത്. 1918 ഗുജറാത്തിലെ ഖേഡയിൽ സർദാർ പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള കിസാൻ പ്രക്ഷോഭത്തെ ഗാന്ധിജി പിന്തുണച്ചു. രണ്ടുപേരും ഒന്നിച്ചാണ് പിന്നീട് നീങ്ങിയത്. അതേസമയം തന്നെ ചമ്പാരിലെ നീലം കൃഷിക്കാർക്ക് വേണ്ടിയും അദ്ദേഹം ഇടപെട്ടു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇവിടെ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. രണ്ടിടത്തും ബ്രിട്ടീഷുകാരുടെ കൊള്ള നിരക്കിലുള്ള നികുതിക്കെതിരെയായിരുന്നു സമരം. 2 സമരങ്ങളും വിജയിച്ചു. 1920 ലോകമാന്യ തിലകന്റെ മരണശേഷം കോൺഗ്രസ് നേതൃത്വത്തിൽ ഗാന്ധിജി അവരോധിക്കപ്പെട്ടു. ഗാന്ധിജി അധ്യക്ഷനാകുന്നതുവരെ കൃത്യമായ ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിനുണ്ടായിരുന്നില്ല. 1920-21 ഗാന്ധിജി പ്രഖ്യാപിച്ച നിസ്സഹരണ പ്രസ്ഥാനം ഭാരതത്തിലെ എല്ലാ തലത്തിലുമുള്ള ജനങ്ങളിൽ വലിയ തരംഗമുണ്ടാക്കി. കോടതികളും കലാലയങ്ങളും ബഹിഷ്കരിക്കാനും വിദേശ വസ്തുക്കൾ കൈവിട്ട്
സ്വദേശി വസ്ത്രങ്ങളും വസ്തുക്കളും ഉപയോഗിക്കുവാനും ആഹ്വാനം ചെയ്തു. ഈ ആഹ്വാനം എല്ലാ ഗ്രാമങ്ങളിലും എത്തുകയും ചെയ്തു. ജനങ്ങൾ ആവേശപൂർവ്വം സമരം ഏറ്റെടുത്തു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ നടത്തിയ അതിക്രമങ്ങൾ, തിലകന്റെ മരണം മൂലമുണ്ടായിരുന്ന സഹതാപ തരംഗം മുതലായവ സമരത്തിന് ആക്കം കൂട്ടി. അതോടൊപ്പം കോൺഗ്രസിന്റെ ദേശീയ, സംസ്ഥാന, ജില്ലാതല നേതൃത്വം ചിട്ടയോടെ പ്രവർത്തിച്ചതും നിരവധി പത്രങ്ങൾ തുടങ്ങാനായതും സമരത്തെ ആളിക്കത്തിച്ചു. 1922 ചൗരി ചൗരയിൽ ഗ്രാമീണരെ വെടിവെച്ച പോലീസുകാരെയും സ്റ്റേഷനും ജനങ്ങൾ കത്തിച്ചു. ഗാന്ധിജിയെ ദേശദ്രോഹ കുറ്റത്തിന് ജയിലിലിട്ടു. അതോടെ സമരം കെട്ടടങ്ങുകയും കോൺഗ്രസ് രണ്ടായി പിളരുകയും ചെയ്തു. മോത്തിലാൽ നെഹ്റു, ചിത്തരഞ്ജൻ ദാസ് എന്നിവർ സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. സർദാർ പട്ടേലും സി രാജഗോപാലാചാരിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉറച്ചുനിന്നു. 1928 വരെ കോൺഗ്രസിന്റെ പ്രവർത്തനം മന്ദീഭവിച്ചു. 2 വർഷം തടവ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഗാന്ധിജി രണ്ടു ഭാഗങ്ങളും തമ്മിൽ ഐക്യമുണ്ടാക്കാൻ യത്നിച്ചു. ഇതിനിടെ ഹിന്ദു മുസ്ലിം ഐക്യമെന്ന ഗാന്ധിജിയുടെ സ്വപ്നവും തകർന്നു. പലയിടത്തും മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു. ഏറ്റവും രൂക്ഷമായ നരഹത്യയും സ്ത്രീപീഡനവും മതം മാറ്റവും അരങ്ങേറിയത് കേരളത്തിലെ മലബാർ പ്രദേശത്താണ്, അതായത് മലബാറിലെ മാപ്പിള ലഹള. ഗാന്ധിജി സ്വന്തം ഊർജത്തെ കോൺഗ്രസിൽ മാത്രം ഒതുക്കിയിരുന്നില്ല. സബർമതി, വാർധ ആശ്രമങ്ങൾ, ഹരിജൻ എന്ന പത്രിക, ശുചിത്വ പ്രചരണം, ഗോസേവ മദ്യനിരോധനം, സസ്യാഹാര പ്രചരണം, ഖാദി, പ്രകൃതി ചികിത്സ, ഗ്രാമീണ വ്യവസായങ്ങൾ, സാക്ഷരത, അയിത്ത നിവാരണം, ഹരിജന ഉദ്ധാരണം എന്നീ കാര്യങ്ങളിലും അദ്ദേഹം നിരന്തരം ശ്രദ്ധ ചെലുത്തി. രാമനാമ ജപത്തെ അദ്ദേഹം ദിനചര്യയാക്കി. ആധ്യാത്മിക ഉന്നമനത്തിനു വേണ്ടി ഗീതാ പഠനവും വ്രതങ്ങളും അദ്ദേഹം നടത്തിപ്പോന്നു. അദ്ദേഹത്തിൻ്റെ മൗനവ്രതവും പ്രസിദ്ധമായിരുന്നു. ലേഖനങ്ങൾക്കൊപ്പം ഹിന്ദു സ്വരാജ്, ഗ്രാമസ്വരാജ്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ആത്മകഥ എന്നീ ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതി. ഗാന്ധി സാഹിത്യ സർവസ്വം വിശാലമായ ഗാന്ധിയൻ ചിന്തയുടെ അടിത്തറ കൂടിയാണ്. 1930 ജനുവരി 26 ത്രിവർണ പതാക ദേശീയ പതാകയായി പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ഉയർത്തി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും നടത്തി. 1931 ഉപ്പിന് കരമേർപ്പെടുത്തിയതിനെതിരെ ഉപ്പു സത്യാഗ്രഹം നടന്നു. 1927 സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കാൻ നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെ ലാലാ ലജ്പത് റായ് ലാത്തിയടിയേറ്റ് മരിച്ചു. ഇതിനു പകരം വീട്ടിയ ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23 ഇതിനെതിരെ ഗാന്ധിജി വേണ്ടവിധം പ്രതിഷേധിച്ചില്ലെന്ന ആക്ഷേപമുയർന്നു. ഇതിനു മുമ്പ് ബാഗാജദിൻ എന്ന ജനീന്ദ്രനാഥ് ഉപവാസം കിടന്ന് മരിച്ചപ്പോഴും, സ്വാമി ശ്രദ്ധാനന്ദൻ മുസ്ലിം മതഭ്രാന്തരുടെ വെടിയേറ്റ് മരിച്ചപ്പോഴും ഗാന്ധിജി മൗനം ദീക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വല ദേശീയ ജീവിതത്തിന് മങ്ങലേൽപ്പിച്ച സംഭവങ്ങളായിരുന്നു. 1931 ഗാന്ധിജി ഇർവിൻ സന്ധി ഉണ്ടാക്കി. ഇതനുസരിച്ച് എല്ലാ സമരമുറകളും കോൺഗ്രസ് നിർത്തിവെച്ചു. ലണ്ടനിൽ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഗാന്ധിജി തയ്യാറായി. എന്നാൽ പ്രതീക്ഷിച്ച സ്വയം ഭരണത്തിനു പകരം തുച്ഛമായ അധികാര പങ്കാളിത്തമാണ് ബ്രിട്ടീഷ് സർക്കാർ നീക്കിവെച്ചത്. അതോടൊപ്പം തന്നെ ഹരിജനങ്ങളെ ഹിന്ദുക്കളിൽ നിന്നും വേർതിരിക്കുവാനുള്ള ശ്രമങ്ങളും ഉണ്ടായി. ഇതിനെതിരെ ഗാന്ധിജി ഉപവാസമിരുന്നു. 1932 സെപ്റ്റംബർ 24 ഡോക്ടർ അംബേദ്കറും പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയും സംവരണ സീറ്റുകളുടെ കാര്യത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കിയതോടെ ഗാന്ധിജി നിരാഹാരം അവസാനിപ്പിച്ചു. ബ്രിട്ടീഷുകാർ നൽകാനിരുന്ന 60 സീറ്റിനു പകരം അവശ്യ വിഭാഗങ്ങൾക്ക് 140 സീറ്റ് നൽകുകയായിരുന്നു കരാർ. 1939, 1940 കാലഘട്ടങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് അധ്യക്ഷനായത് ഗാന്ധിജിയോട് എതിരിട്ടായിരുന്നു. എങ്കിലും തൻ്റെ റേഡിയോ പ്രഭാഷണത്തിൽ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാണ് നേതാജി അഭിസംബോധന ചെയ്തത്. ഡോക്ടർ ഹെഡ്ഗേവാർ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നെങ്കിലും അദ്ദേഹവും സംഘ സ്വയം സേവരും
കോൺഗ്രസ് പ്രഖ്യാപിച്ച എല്ലാ സമരങ്ങളിലും വലിയ തോതിൽ പങ്കെടുത്തിരുന്നു. വീര സവർക്കർ തത്വത്തിലും സമരമുറയിലും ഒരു വിപ്ലവകാരിയും സൈന്യവൽക്കരണത്തിന്റെ ഹിന്ദുത്വത്തിന്റെ വക്താവുമായിരുന്നെങ്കിലും കോൺഗ്രസ് സമ്മേളന പന്തലിൽ തന്നെയാണ് ഹിന്ദു മഹാസഭയുടെ സമ്മേളനങ്ങളും നടന്നിരുന്നത്. അതായത് വ്യത്യസ്ത രാജനീതി തന്ത്രങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പയറ്റിയിരുന്നവരും ഗാന്ധിജിയുടെ ആരാധകരായിരുന്നു. 1937 പാകിസ്ഥാനു വേണ്ടി മുസ്ലിം ലീഗുകാർ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ മുറവിളി കൂട്ടിയപ്പോൾ അവരെ അനുനയിപ്പിക്കാൻ ഗാന്ധിജി പല ശ്രമങ്ങളും നടത്തി. എന്നാൽ ജിന്ന വഴങ്ങിയില്ല. മുസ്ലിങ്ങളെ ഏകോപിപ്പിക്കുവാനും പ്രകോപിപ്പിക്കുവാനും ജിന്ന വിഷം നിറച്ച നിരവധി പ്രസംഗങ്ങൾ നടത്തി. ഗാന്ധിജിയെ നിരന്തരം പരിഹസിക്കുകയായിരുന്നു അയാളുടെ രീതി. പല സ്ഥലത്തും മുസ്ലിം ലീഗുകാരും നിസാമിന്റെ ഹൈദരാബാദിലെ ഗസാക്കന്മാരും ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു. വേദനയോടെ ഇതെല്ലാം കണ്ടു നിൽക്കാനല്ലാതെ ഗാന്ധിജി ഇത് തടയുവാനായില്ല. ബ്രിട്ടീഷുകാർ നിരന്തരം ജിന്നയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. 1942 ബോംബെയിൽ കൂടിയ കോൺഗ്രസ് സമ്മേളനം പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം പാസാക്കി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഭാരതമെങ്ങും മുഴങ്ങി. 1943 സമരം കെട്ടടങ്ങിയത്. ഗാന്ധിജി 2 വർഷം ആഗാഖാന്റെ കൊട്ടാരത്തിൽ താമസിച്ചു. ഇക്കാലത്ത് കസ്തൂർബായും മഹാദേവ ദേശായിയും മരണപ്പെട്ടത് ഗാന്ധിജിയെ വ്യക്തിപരമായി വേദനിപ്പിച്ചു. 1943 സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തു. ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിഷൻ 1946 വിഭജനവും സ്വാതന്ത്ര്യവും എന്ന വിഷയം ചർച്ച ചെയ്തു. ഗാന്ധിജി വിഭജനത്തെ തള്ളിപ്പറഞ്ഞുവെങ്കിലും ബാക്കി കോൺഗ്രസ് നേതൃത്വം അത് അംഗീകരിച്ചു. അഖണ്ഡ ഭാരതത്തിനു വേണ്ടി വാദിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെയും ഹിന്ദു മഹാസഭയെയും സ്വാതന്ത്ര്യത്തിനു മുമ്പും ശേഷവും കോൺഗ്രസ് നേതാക്കൾ വേട്ടയാടി. 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ നടന്ന ആഘോഷങ്ങളിൽ ഗാന്ധിജി പങ്കെടുത്തില്ല. സ്വാതന്ത്ര്യത്തിനു മുമ്പ് നേരിട്ടുള്ള നടപടിക്കാലത്തും സ്വാതന്ത്ര്യാനന്തരവും പശ്ചിമ പാകിസ്ഥാൻ, സിന്ധ്, മുൾത്താൻ, പൂർവ്വ ബംഗാൾ പ്രദേശങ്ങളിൽ ഹിന്ദുക്കളുടെ നരസംഹാരം മുസ്ലിം ലീഗും ഗാർഡുകളും നടത്തി. ബലോച്ച് ബറ്റാലിയനും ഇതിൽ പങ്കാളിയായിരുന്നു. ഇതിനെതിരെ ഭാരതത്തിലെ പഞ്ചാബ്, ബീഹാർ എന്നിവിടങ്ങളിൽ ചില അക്രമ സംഭവങ്ങളും നടന്നു. ഈ അക്രമം അവസാനിപ്പിക്കണമെന്നും പാകിസ്ഥാന് 55 കോടി രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചു. ഇത് ഭാരത സർക്കാരിന്റെ സ്ഥിതി വളരെ ദുർബലമാക്കിയെന്ന ആരോപണം നിരവധി ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു. അമിത വികാരം പൂണ്ട നാഥുറാം വിനായക് ഗോഡ്സെ, നാരായൺ നാപ്തെ, ഗോപാൽ ഗോഡ്സെ തുടങ്ങിയവർ ഗൂഢാലോചന നടത്തി ഗാന്ധിജിയെ വധിക്കുവാൻ നിശ്ചയിച്ചു. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന മഹാത്മാവിനെ 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ച് വെടിവെച്ചു കൊന്നു. അഹിംസയുടെ പൂജാരിയുടെ മൃതദേഹം സംസ്കരിച്ചതിനു ശേഷം ചിതാഭസ്മം ഭാരതമെമ്പാടും ദർശനത്തിന് വെച്ചു. 1950 ജനുവരി 26 ഭാരതം അംഗീകരിച്ച ഭരണഘടന അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾക്ക് നിയമരൂപം നൽകിയതായിരുന്നു. ഇന്നും ലോകത്തെമ്പാടും അദ്ദേഹത്തിന്റെ ജന്മദിനം അഹിംസാ ദിനമായി കൊണ്ടാടുന്നു. മഹാത്മാഗാന്ധി എന്തെല്ലാം ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിലൂടെ ഒത്തിരി മാതൃകകളെ കാണിച്ചിട്ടുണ്ട്. ഭാരത വിഭജനവും മഹാത്മാഗാന്ധിയും എന്ന വിഷയം നമുക്ക് ഏകാത്മതാ സ്തോത്ര പഠനത്തിനു ശേഷം ഭാരത ചരിത്രം എന്ന വിഷയത്തെ അധികരിച്ചുള്ള നമ്മുടെ പഠനം വരുന്നുണ്ട്. ഭാരതത്തിൻ്റെ ശരിയായ 2300 വർഷക്കാലത്തെ ചരിത്രം അവിടെ നമുക്ക് സമഗ്രമായി ചർച്ച ചെയ്യേണ്ടതാണ്. എന്തായാലും ഏകാത്മതാ സ്തോത്രത്തിലൂടെ മഹാത്മാഗാന്ധിയുടെ മുന്നിൽ സാദര പ്രണാമം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.